ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഒരു ക്രിസ്ത്യാനി നേരിടേണ്ട പരമപ്രധാനമായ ചോദ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ചോദ്യം ഇതാണ്: മക്കൾ എത്രയാ? ഈ ചോദ്യം എല്ലാ ക്രിസ്ത്യൻ യുവാക്കളും യുവതികളും കേട്ടിരിക്കും. ആരെങ്കിലുമൊക്കെ നിങ്ങളോട് ഈ ചോദ്യം ചോദിച്ചിട്ടും ഉണ്ടാകും. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതിനാൽ താല്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോ അവസാനം വരെ കേൾക്കുക. മക്കൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടും ഉണ്ടാകും. വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം കഴിയാതെ നിൽക്കുന്ന യുവാക്കളോട് ഈ ചോദ്യം പലരും ചോദിക്കുമ്പോൾ ആദ്യമൊക്കെ അവർ പുഞ്ചിരിയോടെ വിവാഹം കഴിഞ്ഞിട്ടില്ല, പെണ്ണന്വേഷിക്കുന്നു എന്നുള്ള മറുപടി ആയിരിക്കും ലഭിക്കുക. ഇതേ വ്യക്തിയോട് 3-4 വർഷം കഴിഞ്ഞ് വീണ്ടും ചോദിക്കുമ്പോൾ ചേട്ടാ, പെണ്ണ് കിട്ടിയിട്ടില്ല. അപ്പോൾ ചോദ്യകർത്താവ് അതെന്താ അങ്ങനെ? അറിയില്ല, ചിലപ്പോൾ നടക്കും. ചോദ്യം ചോദിച്ച വ്യക്തി പുതിയ ന്യൂസ് ചാനൽ അതോടെ ഓപ്പൺ ചെയ്യും. അവൻ പെണ്ണ് കെട്ടിയിട്ടില്ല കേട്ടോ, അവൻ എന്തോ കുഴപ്പമുണ്ട്. ഇത് കേൾക്കുന്ന അടുത്ത ആൾ അത് ശരിയാണല്ലോ, വയസ്സ് 10-35 ആയില്ലേ, വല്ല കഞ്ചാവോ മറ്റോ വല്ലതും ആയിരിക്കും. പാവം പയ്യൻ കഞ്ചാവ് പോയിട്ട് ഒരു ബീഡികുറ്റി പോലും ജീവിതത്തിൽ കാണാത്തവനായിരിക്കും. അങ്ങനെ വിവാഹം കഴിയാത്ത പയ്യന്മാരെ കുറിച്ച് ആളുകൾ മൊത്തം ഇല്ലാ കഥകൾ ഉണ്ടാക്കി രസിക്കും. അതിൽ ഏറ്റവും ക്രൂരത നിറഞ്ഞ ഒന്നാണ് വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന് അറിയാമായിരുന്നിട്ടും കൂടി മക്കൾ എത്ര പേരാണ് എന്ന് ചോദിക്കുന്നത്. ഒരു പ്രത്യേക തരം മാനസിക സന്തോഷം ചോദ്യകർത്താവ് അനുഭവിക്കുകയാണ്. സമ്പൂർണ്ണ ബൈബിളിൽ വിവാഹപ്രായം എത്തിയ വ്യക്തികളുടെ പെണ്ണ് അന്വേഷണവും വിവാഹ ഒരുക്കങ്ങളും എല്ലാം നടത്തുന്നത് ചാർച്ചക്കാരാണ്. അതായത് സ്വന്തം ബന്ധുജനങ്ങളാണ് കൂട്ടത്തിലുള്ള ആൺ പെൺ മക്കൾക്ക് വേണ്ടി വിവാഹ ആലോചനകൾക്കായി അന്വേഷണം നടത്തുന്നത്. വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കാത്ത മക്കൾ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ചോദ്യങ്ങൾ ഒഴിവാക്കാനായി എല്ലാത്തരം ആഘോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക പതിവാണ്. ബന്ധുക്കളും നാട്ടുകാരും ഒരുമിച്ച് കൂടുന്ന ഇടങ്ങളിൽ പരിഹാസങ്ങൾക്കും ക്രൂരമായ മാറ്റി നിർത്തലുകൾക്കും ചോദ്യം ചെയ്യലുകൾക്കും വിധേയമാകുന്ന വിവാഹം കഴിയാത്ത ചെറുപ്പക്കാരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുവാൻ കഴിയണം എങ്കിൽ അതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും സ്വന്തം കൂട്ടത്തിൽ ഉണ്ടായാൽ മാത്രമേ ആ വിഷമാവസ്ഥ അറിയുവാൻ സാധിക്കുകയുള്ളൂ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായത്തിൽ. കാരണം വളരെ ചിട്ടയായ സാമൂഹിക ബന്ധങ്ങൾ നിലനിർത്തിപ്പോരുന്ന ഒരു സംസ്കാരമാണ് ക്രിസ്ത്യാനികളുടേത്. കഴിഞ്ഞ 20 വർഷക്കാലത്തിനുള്ളിൽ ഒരു 10,000 പ്രാവശ്യമെങ്കിലും ഈ ചോദ്യത്തെ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരു ജീവിതാന്തസ് തിരഞ്ഞെടുത്ത 4 വർഷക്കാലം ഒഴിച്ച് ഇപ്പോൾ എനിക്ക് സത്യത്തിൽ ആളുകളോട് സംസാരിക്കുവാൻ ഭയമാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും അപരൻ നിനക്ക് മക്കൾ എത്ര പേരായി എന്ന് ചോദിച്ചേക്കാം. അതിനുള്ള മറുപടി കൂടി ഞാൻ നൽകുവാൻ ബാധ്യസ്ഥനാണ്. ഒപ്പം പഠിച്ച വേദപാഠം കുട്ടികളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു കൂട്ടുകാരി ചോദിക്കുകയാണ്, നിനക്കിനി അച്ഛനാകാൻ പൊക്കൂടെ? ഇതേ ചോദ്യം കടുത്ത ഒറ്റപ്പെടൽ അനുഭവിച്ചു കൊണ്ടിരുന്ന ദിവസങ്ങളിൽ ഒരു 100 പേരെങ്കിലും ഉന്നയിച്ചിട്ടുണ്ടാകും. വിദേശത്ത് മിഷണറി പ്രവർത്തനം നടത്തുന്ന ചില വൈദികരും ഈ ഒറ്റപ്പെടലിൽ നിന്നും കരകയറുമോ എന്ന് അന്വേഷിച്ച് വിളിക്കാറുണ്ട്. വിവാഹം കഴിയാത്തവർക്കും സ്വപ്നങ്ങളുണ്ട്. അവരും വികാര വിചാരങ്ങളൊക്കെയുള്ള വെറും പച്ച മനുഷ്യരാണ്. ചുരുങ്ങിയ പക്ഷം നിനക്ക് മക്കളെത്ര പേരാ എന്ന ചോദ്യമെങ്കിലും ഒഴിവാക്കിക്കൂടെ? കൂടെ പഠിച്ച സുഹൃത്തുക്കൾ, സഹപാഠികൾ അവരൊക്കെ മക്കളുടെ ആദ്യ കുർബാന കൈക്കൊള്ളൽ ചടങ്ങിനും വിവാഹത്തിനുമൊക്കെ ക്ഷണിക്കുമ്പോൾ എനിക്കൊരു കുടുംബം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കാത്ത ഏത് അവിവാഹിതനാണ് ഇന്ന് ഉണ്ടായിരിക്കുക? അവരൊക്കെ സകുടുംബം സന്തോഷത്തോടുകൂടി കുടുംബജീവിതം നയിക്കുന്നത് കാണുമ്പോൾ ഉള്ളിൽ ചെറിയ ഒരു സാമൂഹ്യ ബോധത്താൽ പ്രേരിതമാകുന്ന ഹൃദയത്തിൻ്റെ വിങ്ങൽ എനിക്കാരുമില്ലല്ലോ എന്ന ചിന്തയ്ക്ക് വഴിമാറുകയില്ലേ? തങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ കഴിയാത്ത ആളുകൾ അപ്പോൾ ഇപ്രകാരം കുറ്റപ്പെടുത്തുന്നത് കേൾക്കാം, പെണ്ണന്വേഷിച്ചാലല്ലേ കിട്ടുള്ളൂ, വയസ്സ് കൂടിയാലും നിനക്കൊക്കെ പെണ്ണ് കിട്ടും, നീ വേണ്ടാന്ന് വെച്ചിട്ടല്ലേ?
പെണ്ണ് കെട്ടേണ്ട പ്രായത്തിൽ കളിച്ചു നടന്നിട്ടല്ലേ? വല്ലവരുടെയും പിറകെ പ്രേമിച്ച് നടക്കായിരുന്നില്ലേ? നിനക്ക് എന്താ കുറവ്? വല്ലവരുടെയും കുട്ടിയെ കാണുമ്പോൾ എടുത്ത് തോളത്ത് വെക്കാതെ നിനക്ക് ഇതൊക്കെ ആകായിരുന്നില്ലേ? അങ്ങനെ മരണം വരെയും ഓർമ്മിക്കുവാൻ പറ്റുന്ന കുറ്റപ്പെടുത്തലുകൾ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളിൽ നിന്നും കേൾക്കുവാൻ കഴിയും. ചില വാക്കുകളൊക്കെ മാനസികമായി മുറിവേൽപ്പിക്കുവാൻ കഴിയുന്നതിൻ്റെ മാക്സിമം ആയിരിക്കും. മക്കൾ എത്രയാ എന്ന ചോദ്യത്തിന് എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന വൈഷമ്യങ്ങൾ ചെറുതല്ല. ഒറ്റപ്പെടുത്തൽ, അവഗണിക്കൽ, കുറ്റപ്പെടുത്തൽ, പരിഹസിക്കൽ, അങ്ങനെ ഒരു വ്യക്തിയുടെ മാനസിക അവസ്ഥയെ തകർത്ത് ഡിപ്രഷനിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ പ്രിയപ്പെട്ടവരിൽ നിന്നും അനുഭവിക്കേണ്ടി വന്നതുകൊണ്ട് അത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നവർ മാത്രം ഈ വീഡിയോ പൂർണ്ണമായും കേൾക്കുക. എൻ്റെ ജീവിതാനുഭവം ആയിരിക്കില്ല മറ്റുള്ളവരുടേത്. മറ്റുള്ളവർ അനുഭവിച്ചതൊന്നും ഞാനും അനുഭവിച്ചു കാണുകയില്ല. എല്ലാ മാതാപിതാക്കൾക്കും സ്വന്തം മക്കളെക്കുറിച്ച് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും. അവർ നല്ല മക്കളാകണമെന്നും സ്വന്തം തലമുറ അവരിലൂടെ നിലനിൽക്കണം എന്നൊക്കെ. അതുപോലെ എൻ്റെ അപ്പനും അമ്മയും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ദൈവം അപ്പനെ നേരത്തെ വിളിച്ചു. എനിക്ക് വെറും 5 വയസ്സ് ആകും മുമ്പേ അപ്പൻ യാത്ര പറഞ്ഞു. ഒത്തിരി കഷ്ടപ്പെട്ട് അമ്മ ഞങ്ങളെ വളർത്തി വലുതാക്കി. വലിയ പ്രതീക്ഷകളായിരുന്നു. സാധ്യമാകുന്ന എല്ലാ ദിവസവും ചെറുപ്പം മുതലേ ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും എല്ലാ ഭക്തസംഘടനകളിൽ പ്രവർത്തിക്കുകയും ചെയ്തു പോന്നു. 10ാം ക്ലാസ് വരെയും ഒരു വൈദികനാകാനായിരുന്നു എൻ്റെ ആഗ്രഹം. 10 കഴിഞ്ഞിട്ട് 3 പ്രാവശ്യം ദൈവവിളി ക്യാമ്പിൽ പങ്കെടുക്കുവാൻ വികാരി അച്ഛൻ പറഞ്ഞു വിട്ടു. ഓരോ ക്യാമ്പ് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴും ഒരു 3 വൈദികരെങ്കിലും വീട്ടിൽ വന്ന് സെമിനാരിയിലേക്ക് ക്ഷണിക്കും. അപ്പോൾ അമ്മ ദയനീയമായിട്ട് എന്നെ നോക്കും. ഞാൻ വീട്ടിൽ വന്ന വൈദികരോട് പിന്നെ പറയാം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറും. വൈദികർ വീട്ടിൽ നിന്ന് പോയി കഴിയുമ്പോൾ അമ്മ പറയും, നീ പോയി കഴിഞ്ഞാൽ എന്നെ ആരാ നോക്കുക? ഇനി നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. അമ്മയെ പിണക്കിയിട്ട് സെമിനാരിയിൽ പോകുവാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ചോദിക്കുന്ന വൈദികരോടെല്ലാം നോ പറഞ്ഞു. പഠനം, ജോലി, അങ്ങനെ പറ്റാവുന്ന വിധത്തിൽ കുടുംബത്തിന് താങ്ങും തണലുമായി അപ്പനില്ലാത്ത ഉത്തരവാദിത്തങ്ങൾ മൂത്ത മകൻ എന്ന നിലയിൽ ചെയ്തു പോന്നു. വിവാഹപ്രായമാകുന്നു. അമ്മ ഒത്തിരി മാരേജ് ബ്യൂറോ, ബ്രോക്കർമാർ ഇവയിലൊക്കെ പേര് രജിസ്റ്റർ ചെയ്യുന്നു. 24 വയസ്സ് തൊട്ടേ പെണ്ണന്വേഷണം തുടങ്ങുന്നു. 1000ങ്ങളും 10000ങ്ങളും ഒക്കെ പല വഴിക്കായി ഇക്കാര്യത്തിന് ആയി ചെലവാകുന്നു. പഴയ വീട്, നെൽകൃഷി, കന്നുകാലി, അങ്ങനെ പലവിധ കാരണം കൊണ്ട് വിവാഹമെല്ലാം മുടങ്ങിപ്പോകുന്നു. ആദ്യം കന്നുകാലികളെ വിറ്റ് ഒഴിവാക്കി, പിന്നെ തൊഴുത്ത് പൊളിച്ചു കളഞ്ഞു. നെൽകൃഷി വിറ്റ് ഒഴിവാക്കുവാൻ മാക്സിമം നോക്കി, നടന്നില്ല. ഒക്കെ ശരിയായി വരുമ്പോഴാണ് വീട് പഴയത് എന്ന പ്രശ്നവുമായി വരിക. ഇനി എല്ലാം ഓക്കെയാകുമ്പോൾ ആയിരിക്കും സ്ഥിരം വിവാഹം മുടക്കുന്ന പള്ളിയിലെ ഭക്തയായ ഒരു ചേച്ചി, നിങ്ങൾ അവനാണോ മോളെ കെട്ടിച്ചു കൊടുക്കുന്നത്? വേണ്ട കേട്ടോ, അവന് പള്ളിയിൽ നിന്ന് ഒഴിയണ നേരമില്ല, ഫുൾ ടൈം പള്ളിയിലാണ്. പള്ളിയിൽ പോക്കും ഭക്തസംഘടനാ പ്രവർത്തനവും ഭൂരിപക്ഷം പെണ്ണുങ്ങളുടെ വീട്ടുകാർക്ക് താല്പര്യമില്ലാത്ത കാര്യമാണെന്ന് അന്നേ എനിക്ക് ബോധ്യപ്പെട്ടു. എനിക്കാണെങ്കിൽ പെണ്ണ് കെട്ടിയില്ലേലും പള്ളിയും പള്ളിക്കാര്യങ്ങളുമാണ് ഏറ്റവും വലുത്. വേദപാഠത്തിൽ ഒപ്പം പഠിച്ച സകല കുട്ടികളും അവരവരുടെ കാര്യം നോക്കി വിവാഹം കഴിഞ്ഞു പോകുന്നത് കണ്ടപ്പോൾ വികാരിയച്ഛന്മാർ ഇടപെട്ട് എന്നെ ഉപദേശിച്ചു. ഞാൻ മനഃപൂർവ്വം വിവാഹം നോക്കാത്തത് കൊണ്ടാണ് എന്നായിരുന്നു അവരുടെയൊക്കെ പറച്ചിൽ. വാസ്തവത്തിൽ അങ്ങനെ ആയിരുന്നില്ല. പള്ളിയിൽ പോക്ക് കാരണം പെണ്ണു കിട്ടുന്നില്ല എന്ന പറച്ചിൽ ഇടവക വികാരിയച്ഛൻ കേട്ടപ്പോൾ, നീ എവിടെ നിന്നെങ്കിലും ഒരു പെണ്ണിനെ വിളിച്ചു കൊണ്ടുപോവാ, ഞാൻ കെട്ടിച്ചു തരാം എന്നായി. അച്ഛൻ തന്നെ ഒരു ഞായറാഴ്ച വേദപാഠം കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം വിവാഹ കാര്യത്തെക്കുറിച്ച് ആയി ചർച്ച. അച്ഛന് ഒരാശയം തോന്നി. തൊട്ടടുത്തുള്ള ഹോസ്പിറ്റൽ ഡയറക്ടറുമായി എനിക്കുള്ള പരിചയം അച്ഛനെ അറിയാം. മാത്രവുമല്ല, എല്ലാ വർഷവും പള്ളിയിലെ പെരുന്നാൾ കഴിഞ്ഞാൽ ഡയാലിസിസ് ഫണ്ട് കൊണ്ടുകൊടുക്കുന്നതും ഞാനാണ്. ആ വഴി ഒന്ന് പരിശ്രമിച്ചു കൂടെ എന്ന് അച്ഛൻ പറഞ്ഞു. ഇളയപ്പൻ്റെ മകൻ്റെ വിവാഹത്തിന് മുമ്പ് എൻ്റെ വിവാഹം നടന്നു കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന നല്ല മനസ്സുള്ള ഒരു പുരോഹിതനായിരുന്നു ഇടവക വികാരി.
ഞാൻ ഹോസ്പിറ്റൽ വഴി വിവാഹത്തിന് വേണ്ടി ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സമയം ദൈവാധീനം കൊണ്ട് കുട്ടികളുടെ ഒരു ക്യാമ്പ് ഹോസ്പിറ്റലിൽ വെച്ച് നടത്തപ്പെടുന്നു. ഞാൻ അതിൽ ക്യാമ്പിൻ്റെ ഭാഗമാകുന്നു. അവിടെ വെച്ച് കണ്ട ഒരു സ്റ്റാഫിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അത് അതേപോലെ തന്നെ ഞാൻ ചെന്ന് വികാരിയച്ഛനെ അറിയിക്കുന്നു. വീട്ടിൽ അമ്മയോടും കൂടി ഇക്കാര്യം പറയുന്നു. വികാരിയച്ഛൻ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, എല്ലാം നമ്മൾ വിചാരിച്ച പോലെയൊന്നും നടന്നു എന്ന് വരില്ല. അമ്മ പറഞ്ഞു, ഇത്രയൊക്കെ കഷ്ടപ്പെടണോ? 30 വയസ്സൊന്നും ആയിട്ടില്ലല്ലോ, ഇനിയും സമയമുണ്ട്, ഇതൊക്കെ ശരിയാകും. ഞാൻ കണ്ട വ്യക്തിയോട് വിവാഹ ആവശ്യം ഉന്നയിച്ച് സംസാരിക്കുവാൻ പേടിയായതിനാൽ സംഗതി കുളമായി. അത്തള പിത്തള തവളാച്ചി കളിച്ച് മൂന്നാമതൊരാൾ വന്ന് വിളക്കൂതിക്കെടുത്തി. അതോടെ എനിക്ക് മനസ്സിലായി ഈ പരിപാടി എനിക്ക് പറ്റിയ പണിയല്ല എന്ന്. അത് അച്ഛനും ബോധ്യപ്പെട്ടു. തുടർന്നുള്ള ദിവസങ്ങളിൽ സ്നേഹമുള്ളവരെ, വിവാഹം എന്ന കൂദാശ ദൈവത്തിൻ്റെ ദാനമാണ്. ആ ദാനം സ്വീകരിക്കുവാൻ വേണ്ടത്ര ഒരുക്കം നമ്മുടെ മക്കൾക്ക് ഉണ്ടായിരിക്കണം. ഈ ഒരുക്കം ഉണ്ടായിട്ടും കൂടി വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുവാൻ കഴിയാതെ നിൽക്കുന്ന ഒത്തിരി യുവജനങ്ങൾ നമ്മുടെ ചുറ്റിലും ഉണ്ട്. പലവിധ കാരണങ്ങളാണ് വിവാഹം തടസ്സപ്പെടുത്തുക. ബൈബിളിൽ ദൈവത്താൽ ശപിക്കപ്പെട്ടത് എന്നർത്ഥത്തിൽ ഇസ്രായേൽ ജനം കരുതുന്ന വ്യക്തികളിൽ പെടുന്നവരാണ് അവിവാഹിതരും, മക്കളില്ലാത്തവരും, ഷണ്ടന്മാരും, പുരുഷവേശ്യകളും. ഇവരാരും ഇവർ ചെയ്ത പാപങ്ങൾ കൊണ്ടല്ല അവർ ഇങ്ങനെയായിപ്പോയത് എന്ന് മനസ്സിലാക്കിയ ഏക വ്യക്തി ഈശോ മാത്രമാണ്. വിവാഹം കഴിയാത്തവരെയും മക്കളില്ലാത്തവരെയും ആരും പുച്ഛിക്കുകയോ അവഗണിക്കുകയോ വെറുപ്പോടെ സംസാരിക്കുകയോ ചെയ്യരുതെന്ന് ആണ് പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നിട്ടും നമ്മൾ വിവാഹം കഴിയാത്തവരോട് ചോദിക്കും, മക്കൾ എത്രയായി? അത് ചോദിച്ചില്ലേ നമ്മൾക്കൊരു സമാധാനം കിട്ടില്ല. ദിവസങ്ങളും വർഷങ്ങളും കടന്നു പോകുന്നു. വിവാഹം നടക്കുന്നതിന് വേണ്ടി മാത്രം പഴയ വീടുള്ള സ്ഥലം വിറ്റ് വേറൊരിടത്ത് സ്ഥലം വാങ്ങുന്നു. എന്നിട്ടും വിവാഹം നടക്കുന്ന ലക്ഷണം ഇല്ല. അമ്മയ്ക്കും മനസ്സിലായി ഇത് നേരെയാവുകയില്ല എന്ന്. ഞാൻ വിവാഹമെന്ന പരിപാടിയെ വേണ്ടെന്ന് വെക്കുന്നു. ഒരു സഭയുടെ കീഴിൽ സന്യസ്ത കൂട്ടായ്മയുടെ ഭാഗമാകുവാനായി പഠന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അമ്മയുടെ ഒറ്റ കണ്ടീഷൻ്റെ പുറത്ത്. അമ്മയ്ക്ക് രോഗം വന്ന് കിടപ്പിലാകുന്നു. അമ്മ പറയുന്നു, എൻ്റെ മരണശേഷം നീ എവിടേക്ക് വേണമെങ്കിലും പൊക്കോ, അതുവരെയും എന്നെ നോക്കണം, എന്നെ അനാഥാലയത്തിൽ കൊണ്ട് ഇടരുത്. അങ്ങനെ ഒത്തിരി സന്തോഷപൂർവ്വം ഉത്തരവാദിത്വമുള്ള മകനായും പള്ളിയിൽ നിന്ന് ഏൽപ്പിച്ചു തന്ന ചുമതലകൾ വളരെ ഭംഗിയായി നിർവഹിച്ചു പോരുകയും ചെയ്യവേ ഒരാളുടെ കമൻ്റ്, എന്തിനാ മോനെ വിവാഹം വേണ്ടെന്ന് വെച്ചത്? കുടുംബജീവിതത്തിലായാലും കർത്താവിനെ ശുശ്രൂഷ ചെയ്തുകൂടെ? അതോടെ അതുവരെ കോരിയ വെള്ളമൊക്കെ ഞാൻ തന്നെ ചെരിച്ചു കളഞ്ഞു. എന്നിട്ടിപ്പോൾ എന്തായി? കമൻ്റ് പറഞ്ഞ ആളുമില്ല, പിന്താങ്ങിയവരുമില്ല. ഏതാണ്ട് കിണറ്റിൽ പണിക്ക് ആളെ ഇറക്കിയിട്ട് ഏണിയും കയറും കരയിലേക്ക് എടുത്തു വെച്ചതുപോലെയായി. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആ ഇടവകയോടും ഗുഡ് ബൈ പറഞ്ഞു. പുതിയ സ്ഥലത്ത് വീട് വാങ്ങി താമസിക്കുന്ന ഇടവകയിലെ വികാരിയച്ഛൻ്റെ കയ്യിൽ നിന്നും ഇടവക മാറ്റക്കുറി എഴുത്തു വാങ്ങുവാനായി ചെന്നു. അച്ഛൻ എൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. വളരെ സ്നേഹമുള്ള അച്ഛനാണ്. അച്ഛനും ആയില്ല, പെണ്ണും കെട്ടിയില്ല, മക്കളുമില്ല, പിന്നെ എന്തിനാ നീ വീട് വാങ്ങുന്നത്? ഞാൻ തല കുമ്പിട്ട് നിന്നു. അപ്പോൾ അച്ഛൻ വീണ്ടും ചോദിക്കുകയാണ്, ഇടവക മാറേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ തന്നെ നിന്നുകൂടെ? അച്ഛൻ്റെ മുഖത്ത് നോക്കാതെ ഞാൻ പറഞ്ഞു, വീട് മാറിയാൽ പെണ്ണ് കിട്ടിയാലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അച്ഛൻ വീട് മാറുന്ന ഫോമിൽ ഒപ്പിട്ടുകൊണ്ട് എന്നോട് പറയുകയാണ്, എൻ്റെ ജൂബിലി കുർബാനയാകുമ്പോഴേക്കും നിന്റെ വിവാഹം കഴിയണം. കഴിയും. ആ ഇടവക മാറ്റക്കുറി ഞാൻ വീട്ടിൽ 2 മാസം വെച്ചിരുന്നു. പുതിയ ഇടവകയിലെ അച്ഛനെ വീട് വെഞ്ചരിക്കാൻ വിളിക്കാനായി ചെന്നു. അപ്പോൾ അച്ഛൻ ഉടനെ മൊബൈലിൽ എൻ്റെ നമ്പർ സേവ് ചെയ്തു. ആ, അങ്ങനെയായിരുന്നോ? അതെ, ഇപ്പോഴല്ല. അപ്പോൾ ഉടനെ അടുത്ത ചോദ്യം, മക്കൾ എത്ര പേരാ? അയ്യോ അച്ഛാ, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. അപ്പോൾ ഒറ്റയ്ക്കാണോ? അതെ.
ഇത് കഴിഞ്ഞ് ഇപ്പോൾ 4 മാസമായി. കുടുംബ യൂണിറ്റിൽ പോയാൽ ഇതേ ചോദ്യം തന്നെ ആവർത്തിക്കും. 32 വീട്ടുകാരുണ്ട്. ഓരോരുത്തർക്കും കാരണം ബോധ്യപ്പെടുത്തേണ്ടി വരും. അതിനാൽ ഇതുവരെ കുടുംബ യൂണിറ്റിൽ ഞാൻ ചേർന്നിട്ടും ഇല്ല. ആദ്യ ചോദ്യം മക്കൾ എത്രയാ എന്നാണ്. ഇപ്പോൾ മക്കൾ ഉണ്ടാകാൻ വിവാഹം കഴിക്കണമെന്നൊന്നും ഇല്ലാത്ത സ്ഥിതി ആയതുകൊണ്ട് ആദ്യ ചോദ്യം കഴിഞ്ഞതിൻ്റെ ഉത്തരം കേട്ടിട്ട് മറ്റ് വിശേഷങ്ങൾ ചോദിക്കുകയുള്ളൂ. ഇത് വല്ലാത്ത കഷ്ടമാണ്. പുതിയ സ്ഥലത്ത് ഒന്ന് കടയിൽ പോയാൽ വരെയും ചോദ്യമാണ് ആരാ, എവിടുത്തെയാ. അവസാനം ചോദിക്കും മക്കൾ എത്ര പേരാണ് എന്ന്. വില്ലേജിൽ പോയാൽ, പോസ്റ്റ് ഓഫീസിൽ പോയാൽ, നഗരസഭയിൽ പോയാൽ, അങ്ങനെ സകല സ്ഥലത്തും വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാലും മക്കൾ എത്ര പേരാണ് എന്ന ചോദ്യം ഉറപ്പായും ചോദിക്കുകയാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, ദയവു ചെയ്ത് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടു പോയ അവിവാഹിതരെ കാണുമ്പോൾ മക്കൾ എത്രയാ എന്ന് ചോദിക്കല്ലേ പ്ലീസ്. കുട്ടികളുമായി വളരെയധികം ആത്മബന്ധം സൂക്ഷിക്കുകയും നിരവധി കുട്ടികളെ വിവിധ കലാപ്രവർത്തനങ്ങളിൽ പങ്കെടുപ്പിക്കുകയും കുട്ടികൾക്ക് വേണ്ടി നിരവധി നാടകങ്ങൾ പരിശീലിപ്പിക്കുകയും വിവിധ സ്റ്റേജുകളിൽ അവതരിപ്പിക്കുവാൻ സാധിക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, ദയവു ചെയ്ത് നിങ്ങൾ അവിവാഹിതരോട് മക്കൾ എത്രയാ എന്ന് ചോദിച്ചേക്കല്ലേ. ഒരു വ്യക്തി ജീവിതമാകുന്ന അരങ്ങിൽ വിദൂഷകന്റെ വേഷം കെട്ടി അഭിനയിക്കേണ്ടി വരുന്നത് സ്വാഭാവികമാണ്. അത് ആശ്ചര്യജനകമായ ഒരു കാര്യമേ അല്ല. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.